പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അല്പം സ്പോർട്സുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം സംസാരിക്കാം. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ക്രിക്കറ്റിൽ ഏഷ്യ കപ്പ് മത്സരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏഷ്യ കപ്പ് മത്സരത്തിൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസണിന് അവസരം ലഭിച്ചു. അപ്പോൾ അതിൽ പലതരത്തിലുള്ള മാധ്യമങ്ങളും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജുവിനെ പരിഗണിക്കില്ല, പകരം ജിതേഷ് ശർമ്മയെ പരിഗണിക്കും എന്ന് ചർച്ച ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് അറിയിച്ചില്ലെങ്കിലും അഗാർക്കറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ സൂചന അടിസ്ഥാനമാക്കിയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമായി സഞ്ജു സാംസൺ എന്ന് പറയുന്ന ക്രിക്കറ്റർ ഓപ്പണിംഗ് സ്പോട്ട് നഷ്ടപ്പെടും. ക്യാപ്റ്റനായി ഗിൽ വന്നതുകൊണ്ട്, ടെസ്റ്റ് വന്നതുകൊണ്ട് ഇവിടെ വൈസ് ക്യാപ്റ്റനായി, പിന്നീട് ഓൾ ഫോർമാറ്റിലേക്ക് ഗിൽ ക്യാപ്റ്റനായി വരും എന്നും പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു ചോദ്യം, ഏഷ്യ കപ്പിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ? അപ്പം നമ്മുടെ കരിയറിൽ സഞ്ജുവിൻ്റെ കാലഘട്ടം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സ്ഥിരമായി ബെഞ്ചിലിരുന്ന് വല്ലപ്പോഴും അവസരം കിട്ടും. ഇപ്പോൾ ഈ കണക്കുകൾ എടുത്ത് ആളുകൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൃത്യമായി സ്ഥിരമായി മത്സരങ്ങൾ ലഭിക്കാറില്ല. 5 മത്സരങ്ങളുണ്ടെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് മത്സരങ്ങളിൽ മാത്രം കളിപ്പിക്കുക, പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ കളിപ്പിക്കാറേയില്ല. പ്രധാന മത്സരങ്ങളിൽ സ്ഥിരമായി കളിപ്പിച്ചപ്പോഴാണ് നമുക്ക് സെഞ്ചുറി കാണാൻ കഴിഞ്ഞത്. അപ്പം ഈ അവസരങ്ങൾ സ്ഥിരമായി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് മത്സരങ്ങൾ 0യ്ക്ക് പോയെങ്കിലും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഇൻറ്റൻറ്റ് അക്രമ ബാറ്റിങ്ങിലൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2020 എന്ന് പറയുമ്പോൾ അക്രമകരമായ ബാറ്റിങ്ങാണ്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം സംഭവിച്ചത്, അഭിഷേക് ശർമ്മയുടെ മികച്ച പെർഫോമൻസ്, അഥവാ അഭിഷേക് ശർമ്മ സ്ഥിരമായി മത്സരങ്ങളിൽ കളിച്ചതും എന്നതും ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചു. അപ്പോൾ ഇനിയും മുമ്പിലുള്ള സഞ്ജുവിന് മുമ്പിലുള്ള അവസരം എന്ന് പറയുന്നത്, കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ടീമിൽ തുടരാൻ പറ്റുകയുള്ളൂ. കാരണം ഇന്ത്യയുടെ T20 മത്സരങ്ങളിൽ അനേകം ആളുകൾ, നമുക്ക് അനേകം ഒരു നിര തന്നെ നിൽപ്പുണ്ട്. സെലക്ടർമാർ നമ്മൾ ചീത്ത വിളിക്കുമ്പം ഈ താരങ്ങളുടെ ബാഹുല്യം, ടീം സെലക്ഷൻ ബുദ്ധിമുട്ടാണ്. ശ്രേയസ് അയ്യറിന് കിട്ടിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ശ്രേയസ് അയ്യർ മികച്ച ബാറ്ററാണ്, ശ്രേയസ് അയ്യർ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിനെ കൂടാതെ യശസ്വി ജയ്സ്വാൾ എന്ന് പറഞ്ഞ നമ്മുടെ പ്ലെയർ, നല്ലൊരു പ്ലെയർ. അപ്പോൾ ആ പ്ലെയറിന് അവസരം കിട്ടാത്തതിന് കാരണം T20 വന്ന്, ടെസ്റ്റിൽ ഫോർമാറ്റിൽ വന്നു, ഇനിയിപ്പോൾ ഏകദിനത്തിലും വന്ന് മുമ്പോട്ട് പോകുന്ന അവസ്ഥ, എല്ലാവരെയും കളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് മത്സരിച്ച എങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള അവസരം കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, അവിടെ മികച്ച സ്കോറുകൾ കണ്ടെത്തുക. അങ്ങനെ ഒരു മത്സരത്തിൽ മാത്രമല്ല, ഒരു ടൂർണമെൻറ്റിൽ മികച്ച രീതിയിൽ അവസരം കിട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ തുടർന്നുള്ള മത്സരങ്ങളിൽ അവസരം കിട്ടും. ഗംഭീറും സൂര്യയും ഉള്ളത് മാത്രമാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സപ്പോർട്ടുകൾ തുടരുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ ഇതറിയാനുള്ള ആകാംക്ഷയിലാണ്. അപ്പം ഒരു തോട്ട്സ് രാവിലെ ഒന്ന് ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.